ഹലോ ഗൈസ്, അനിമോളുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് തലേ ദിവസം തന്നെ ഞങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബലൂണൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അനിമോളും നിച്ചുമോളും പിന്നെ എൻ്റെ ഫാദർ ലോയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്ക് ബലൂണൊക്കെ വീർപ്പിച്ചൊക്കെ തന്നു. ബാക്കിയെല്ലാം ഞാൻ പതുക്കെ സെറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നല്ല 2-3 ദിവസം കൊണ്ട് നല്ല ഓട്ടമായിരുന്നു അനിമോളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യത്തിനും അങ്ങനെ എല്ലാം. അങ്ങനെ ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇടയ്ക്കെത്തിയപ്പോൾ ഒന്ന് ഫ്ലോപ്പായിപ്പോയി. പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ട് പിന്നെയും ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന മക്കളെയാണ് നിങ്ങൾ ഇതിൽ കൂടെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി ഓൾമോസ്റ്റ് ഞാനത് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അടുക്കളയിലോട്ട് പോയി. അങ്ങനെ കിച്ചണിൽ ചിക്കൻ വെക്കാനും അതിനെല്ലാം അമ്മച്ചനെ സഹായിക്കാൻ വന്നു. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ ചിക്കൻ വറുത്ത് വെച്ചു. ബിരിയാണിയാണ് ഞങ്ങൾ വെക്കുന്നത്. അങ്ങനെ ചിക്കൻ ഞങ്ങൾ രാത്രി തന്നെ വറുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷനുമായിട്ട് ഇടയ്ക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റു. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മഴയ്ക്ക് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ അതിനെ പാർട്ടിക്ക് കുറച്ച് പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അമ്മാനെയും പിന്നെ എൻ്റെ നാത്തോനെയും പിന്നെ എൻ്റെ കസിൻസിനെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോറൊക്കെ ഞങ്ങൾ വെക്കാൻ തുടങ്ങി. ചോറ് നല്ല രീതിയിൽ വെന്തു. വേകാൻ നേരം ഞാനും അമ്മായും കൂടെയാണ് ചോറ് വെക്കുന്നത്. കൂടുതലും ചാർജ് അമ്മായിക്കാണ്. ഇടയ്ക്ക് ഞാൻ വന്ന് പോകും. പിന്നെ അമ്മാനെ കുറച്ചൊക്കെ സഹായിക്കും. അങ്ങനെ മസാലയൊക്കെ റെഡിയായി. അങ്ങനെ കഷ്യൂനട്ടെല്ലാം വറുത്ത് വെച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ ദം ചെയ്യാൻ പോവാം. അങ്ങനെ ദം ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ദം ചെയ്യാൻ നേരം അതിനും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് പോകുന്നുണ്ട്. ഉമ്മി ആരും വന്നില്ലല്ലോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട്, ഇത്രയും നേരമായി ഞാനിവിടെ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദം ചെയ്തു. ഫാമിലിയിൽ എല്ലാം റെഡിയായി. ഇപ്പൊ ആൾക്കാർ വരും. അപ്പൊ 5 മിനിറ്റ് അവര് വരുന്നേ. ഉമ്മമ്മയെ പിന്നെ ഇന്നായും അമ്പായും മാമിയും അണ്ണനും അക്കിയും, അതായത് എൻ്റെ നാത്തൂൻ്റെ പിള്ളേരും, അങ്ങനെ എല്ലാവരും വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോളുടെ ബർത്ത്ഡേക്ക് വരാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ആരിരുന്ന് വിളിക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മായും എൻ്റെ സിസ്റ്ററും അനിയനും എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇവരെ കണ്ടപ്പോൾ. കുറേ നാൾക്ക് കൂടെയാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിനുമോക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു, കുറേ ഡ്രസ്സ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കും കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് നല്ല ചുരിദാറും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. അങ്ങനെ ഓരോന്നൊക്കെ എനിക്കിങ്ങനെ തരികയാണ്. എനിക്ക് 2 പേരും തരുന്നുണ്ട്. അമ്മയുടെ സിസ്റ്ററും ഉണ്ട്. അവർ 2 കൂടെയാണ് വന്നത്. അങ്ങനെ കുഞ്ഞിന് കുറേ ഡ്രസ്സ്, എനിക്ക് കുറേ ഡ്രസ്സ്, ഇങ്ങനെയൊക്കെ അത് നിനക്ക് ഇത് നിനക്കെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തരുന്നുണ്ട്. വളരെ സന്തോഷമായി ഒത്തിരി നാൾക്ക് ശേഷം കണ്ടപ്പോൾ. അങ്ങനെ മോളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി അങ്ങനെ പോയി. അങ്ങനെ ഞാൻ പിന്നെ കിച്ചണിൽ വന്നപ്പോൾ ദമ്മിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ദമ്മ് ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ ദമ്മ് ഞങ്ങൾ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചോറെല്ലാവരും ഉണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയല്ലേ അതിനു. എല്ലാരും വന്നു. ഇതാണ് നടക്കത്തെ എൻ്റെ മാമി യൂണിക്കോൺ മരിച്ചു. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇതാണ് കേക്ക് മുറിക്കാൻ പോവാണ്. അങ്ങനെ ഫാമിലി എല്ലാവരുമായിട്ടൊരു സന്തോഷമായിട്ടുള്ള ഞങ്ങൾ കേക്ക് മുറിച്ചിട്ട് അതിന് എല്ലാവർക്കും കൊടുത്തു. എനിക്ക് മാത്രം തന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒന്നും പോട്ടേന്ന് വെച്ചതാണ്. പിന്നെ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ മുറിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും ഹാപ്പി ആയി. ടാറ്റാ ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.